എന്തൊരു ക്രൂരന്മാരാണ് ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന രാക്ഷസന്മാർ. നമ്മുടെ വെറ്റിനറി കോളേജിലെ പൂക്കോട് സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടിട്ട് ഈ 18-ാം തീയതി ഒരു വർഷം പൂർത്തിയാവും. സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ഇന്നലെ പറഞ്ഞു, കോട്ടയത്തെ സംഭവം അറിഞ്ഞിട്ട്, കോട്ടയത്തെ റാഗിംഗ് പീഡനം അറിഞ്ഞിട്ട് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞത്, ഇവർ മനുഷ്യനെ കൊല്ലാനും മടിയില്ലാത്ത SFI എന്ന തീവ്രവാദി മാവോയിസ്റ്റ് സംഘടനക്കാരാണ്. സത്യത്തിൽ ശരിയാണ്. മാർക്സിസ്റ്റുകൾക്ക് അവർക്ക് മാവോയും അവരുടെ പ്രിയപ്പെട്ട നേതാവാണ്, മാവോവാദികളാണ്. അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം മാർച്ച് 31 ഇന്ത്യയിൽ നിന്നും മാവോയിസ്റ്റുകളെ തുടച്ചു നിൽക്കുന്നു. അത് നമ്മൾ ജാർഖണ്ഡിലെ അല്ലെങ്കിൽ ബസ്തറിലേക്ക് മാവോയിസ്റ്റുകളെ കുറിച്ചാണ് എന്ന് പൊതുവിൽ വിവക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവരെക്കാളും ഭീകരരാണ് ക്യാമ്പസുകളിൽ പഠിക്കുന്ന SFI ഭീകരന്മാരെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഇപ്പോൾ പറയുന്നത് ആർഷോ എന്ന് പറഞ്ഞ SFIയുടെ കേരളത്തിലെ പൊന്നു തമ്പുരാനുണ്ടല്ലോ, അയാൾ പറയുന്നു ഇവന്മാർ SFIക്കാരൊന്നും അല്ല, കേരള സ്റ്റുഡൻറ്റ് നഴ്സസ് അസോസിയേഷൻ എന്നൊരു സംഘടന, അതിൻ്റെ സെക്രട്ടറി മലപ്പുറം വണ്ടൂർ കരുമാപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്തുള്ള KP രാഹുൽ രാജ്, അവൻ സെക്രട്ടറിയാണ്. കേരള സ്റ്റുഡൻറ്റ് നഴ്സസ് അസോസിയേഷൻ ഈ സംഘടനയുടെ സെക്രട്ടറിയാണ്. ആ സംഘടന CPM അനുഭാവമുള്ള സംഘടനയാണ്. അവിടെ SFI ഇല്ല. SFI എന്ന് പറയുന്ന സംഘടന ക്യാമോഫ്ലാഷ് ചെയ്ത് വേഷം മാറി അവിടെ പ്രവർത്തിക്കുന്നത് ഈ പേരിലാണ്, കേരള സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ എന്ന പേരിലാണ്. ഇവൻ്റെ ഫോട്ടോ ഞാൻ കണ്ടു. അരിവാൾ ചുറ്റിക നക്ഷത്രമൊക്കെ ഉണ്ടാക്കിയ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ അഭിവാദ്യം അർപ്പിച്ച് നിൽക്കുന്ന ഈ രാഹുൽ രാജ് എന്ന് പറയുന്ന ഭീകരനായ മാവോയിസ്റ്റിൻ്റെ പടം ഞാൻ കണ്ടു. എന്നിട്ട് ഇവർ ഉളുപ്പില്ലാതെ ന്യായീകരിക്കുകയാണ്, പാർട്ടിക്ക് ബന്ധമില്ല, SFIക്ക് ബന്ധമില്ല, കേരളത്തിലെ ക്യാമ്പസുകളെ കൊലക്കളമാക്കിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളെ അതിനിഷ്ഠൂരമായി പീഡിപ്പിച്ചുകൊണ്ട് ഒരു ലജ്ജയുമില്ലാതെ. പൂക്കോട്ടെ സംഭവം കഴിഞ്ഞ് ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഇത്ര പൈശാചികമായൊരു ആക്രമണം കോട്ടയത്ത് നടന്നിരിക്കുന്നു. എന്നിട്ട് കേരളത്തിൽ അതല്ല സാർ, എൻ്റെ സങ്കടം അതല്ല. ഇവിടെ ഈ പറയുന്ന പിണറായി വിജയൻ മുതൽ MV ഗോവിന്ദൻ വരെയുള്ളവരൊക്കെ പുത്രവാത്സല്യം കൊണ്ട് പലപ്പോഴും സ്വയം മറന്നു പോകുന്ന തന്തമാരാണല്ലോ. അവർക്ക് ഈ കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരുടെ തന്തയുടെയും തള്ളയുടെയും നിലവിളി കേൾക്കാൻ അറിയില്ലേ? ഇവരുടെ കണ്ണീര് കണ്ടാൽ, ഇവരനുഭവിച്ച വേദന കണ്ടാൽ ഇവർക്ക് ഒരു കണ്ണീര് വരത്തില്ലേ? അല്ല, സച്ചിദാനന്ദൻ, NS മാധവൻ, KR മീര തുടങ്ങി കുറെ മാർക്സിസ്റ്റുകളില്ലേ, അവരൊരു അക്ഷരം പറഞ്ഞു. അവരൊക്കെ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് ഏത്തപ്പഴം വാങ്ങിയിട്ടുണ്ട്, കഴിച്ചോണ്ടിരിക്കുക, സംസാരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഈ KR മീര കോട്ടയത്താണല്ലോ. അവർ കഴിഞ്ഞ ദിവസം MB രാജേഷിന്റെ സാന്നിധ്യത്തിലേ പറയുണ്ടായി, എനിക്ക് എഴുതാൻ പേടിയുണ്ട്, പക്ഷേ ഞാൻ എന്ത് ചെയ്താലും എന്നെ CPM സംരക്ഷിച്ചോളും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എന്ന്. ഇങ്ങനത്തെ സാംസ്കാരിക നായകന്മാരുമാണുള്ളത്. ഇപ്പോൾ സുനിൽ പറഞ്ഞ പോലെ ആ മറ്റേ ജയപ്രകാശ് സിദ്ധാർത്ഥൻ്റെ സംഭവം, അത് കഴിഞ്ഞിട്ട് ഈ സംഭവം തന്നെ 3 മാസമായിട്ട് കോട്ടയത്ത് ഈ പീഡനം നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കുട്ടികൾ, ഇത് പല സ്ഥാപനങ്ങളിലും ഇത് നടക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 3 മാസമായിട്ട് ഇത് പുറത്ത് അറിഞ്ഞിട്ടില്ലല്ലോ. ഇനി വാർഡൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ SFIയുടെ ഭാഗം ചേർന്നിട്ട് തൊട്ടപ്പുറത്തെ മുറിയിലാണ് വാർഡൻ എന്ന് പറഞ്ഞ കഴുത താമസിക്കുന്നത്. ആ സ്ത്രീ പറയുന്നുണ്ടായിരുന്നു, പ്രിൻസിപ്പൽ സാധാരണഗതിയിൽ പ്രിൻസിപ്പലിന് തന്നെയാണ് ഈ ഹോസ്റ്റലിൻ്റെയൊക്കെ ചുമതല. പക്ഷേ അവിടെ ഒരു വാർഡനെ ഇത് മെയിൽ ഹോസ്റ്റലായതുകൊണ്ട് ഒരു മെയിൽ ആളിനെയും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വിവരങ്ങളൊക്കെ ഇവർക്കറിയാവുന്നതാണ്. ഇത് തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ കാര്യത്തിലും പറ്റിയത്. എല്ലാം ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, ഡീൻ, അവിടുത്തെ ഓർക്കുന്നില്ലേ? അവനാണ് അതെല്ലാം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. ഈ തെളിവുകൾ നശിപ്പിച്ചു കളഞ്ഞു. ഈ വസ്ത്രമൊക്കെ മാറ്റി. അന്ന് ഗവർണർ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് നടപടി ഉണ്ടായത്. അതെ. അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇങ്ങനെ നടക്കുന്നത് നമ്മൾ അറിയാതെ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ഈ പീഡനം കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്, സാധാരണഗതിയിൽ ഒരു സ്വബോധത്തോടുകൂടി ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. ഇവർ ഈ മദ്യപാനം ഡ്രഗും ഒക്കെ ആയിരിക്കണം. അത് മാത്രമല്ല സാർ, മദ്യപാനം ഒന്നും വേണ്ട. നമ്മൾ കാണുന്ന ഇന്നിപ്പോൾ SFI എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ആൻറ്റി സോഷ്യലിസ്റ്റാണ്, സാമൂഹ്യ വിരുദ്ധന്മാരാണ്. എന്തും ചെയ്യാൻ, പച്ച മനുഷ്യനെ വെട്ടി കൊല്ലാൻ പരിശീലനം കൊടുക്കുന്ന അങ്ങനെയുള്ള ആളുകൾ ഞങ്ങളുടെ പാർട്ടിക്ക് വേണമെന്ന് പറഞ്ഞ് ഈ ബ്രോയിലർ കോഴികളെ വളർത്തുന്ന പോലെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്യാമ്പസുകളിൽ.
എനിക്കറിയാവുന്ന കാര്യമാണ്. കാരണം ഈ കേരളത്തിലെ ഇതുപോലത്തെ പല സ്ഥാപനങ്ങളിലും ഉണ്ടല്ലോ ഈ SFI. ഇപ്പോൾ ഈ ആർഷോയിൻ്റെ കാര്യം തന്നെ എടുക്കുക. അയാൾ മുമ്പും എന്തൊക്കെയോ വേറെ എവിടെയൊക്കെയോ പഠിച്ചിട്ട് വന്നിട്ട് മഹാരാജാസിലെ SFI കൊണ്ടു നടക്കാൻ വേണ്ടി ആർഷോയെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആർക്കിയോളജി എന്ന് പറഞ്ഞിട്ടൊരു വിഷയത്തിൽ ചേർക്കുകയാണ് അവിടുത്തെ അധ്യാപകരുടെ സഹായത്തോടു കൂടി. ഇത് ഇഷ്യൂ ആയതുകൊണ്ടാണല്ലോ ഇയാൾക്ക് ഹാജരൊന്നും ഇല്ലാതെ ഇപ്പം ഇയാൾ പുറത്തു പോകേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ആർഷോയുടെ ഈ ഉദാഹരണം പോലെ തന്നെയാണ് കേരളത്തിൽ പല സ്ഥലത്തും ഇവർ നോക്കുന്നത്. ഈ മാർക്കറ്റിലൊക്കെ ഉണ്ടല്ലോ CITUക്കാരും ഒക്കെ അത്യാവശ്യം SFIക്ക് അടിക്കാൻ വേണ്ടി വരുമ്പോഴൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ എറണാകുളം മാർക്കറ്റിൽ നിന്നാണ് മഹാരാജാസ് കോളേജിലേക്ക് CITക്കാരെയൊക്കെ വിളിച്ചിരുന്നത് ആ കാലത്ത്. എല്ലായിടത്തും അങ്ങനെയാണ്. അടുത്തുള്ള മാർക്കറ്റിൽ എനിക്കറിയാം, കോട്ടയത്തിന് പോക്ക് അറിയാം. നമ്മളുമൊക്കെ ഈ വഴിയിൽ സഞ്ചരിച്ചു വന്നവരാണ്. അന്നൊക്കെ SFIക്കാർക്ക് ഇത്തരം ക്രൂരകൃത്യം ചെയ്യാനെന്നുള്ള മനം കെട്ടി ഉണ്ടായിരുന്നില്ല. അവരൊക്കെ അത്യാവശ്യം ആ കാലത്ത് വായിക്കുകയും അതാണ് വായനയും എഴുത്തും. ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തൃശ്ശൂരും ഒക്കെ എനിക്കറിയാവുന്നതാണ്. ഈ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലൊക്കെ ഈ പ്രീ ഡിഗ്രി വരെയൊക്കെ പഠിച്ച സഖാക്കളൊക്കെ ഉണ്ടോ CITUവിൽ നിന്നൊക്കെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അന്വേഷിച്ചിട്ട് ആ കൂട്ടത്തിൽ നിന്ന് എടുത്തിട്ട് ലോ കോളേജിലേക്ക് അങ്ങോട്ട് അയക്കുക, അവിടെ SFI നടത്താൻ വേണ്ടി ചേർക്കുക. ഇങ്ങനെ ആളുകളെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് റിക്രൂട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് SFIയുടെ നടത്തിപ്പ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർഷോയ്ക്ക് നാണമോ മാനമോ ഉണ്ടോ? ഇന്നലെ ആ സിദ്ധാർത്ഥൻ്റെയൊക്കെ അച്ഛൻ ഒരു ചാനലിൽ, അമ്മ വേറെ ചാനലിൽ, രണ്ടുപേരും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ തന്നെ സിദ്ധാർത്ഥന് പുലഭ്യം പറയുന്നുണ്ടായിരുന്നു ആർഷോ. കൊല്ലപ്പെട്ട ഒരാളല്ലേ, അയാളെപ്പറ്റി പറയാമോ? വേറെ നാളത്തെ മന്ത്രിയാണ് ആർഷോ, ഒരു സംശയം എനിക്ക് അക്കാര്യം. വിദ്യാഭ്യാസ മന്ത്രി തന്നെയാവും, ആകാൻ ഉന്നത വിദ്യാഭ്യാസം. മറ്റേ ബിന്ദുവിന്റെ വകുപ്പിലോ മറ്റോ ഒക്കെ സർവ്വതാ യോഗ്യനാണ്. അതെ, ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും ബിന്ദു കഴിഞ്ഞ ദിവസം വന്നിട്ട് ഈ സർവകലാശാലകൾ വരുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓർക്കില്ലേ പണ്ട് TP ശ്രീനിവാസനെ ഒരു സഖാവ് തല്ലിയത്? എന്താണ് സാർ, സ്വകാര്യ പോളിടെക്നിക്കുകൾക്കെതിരെ SFI സമരം ചെയ്തു, പ്രീ ഡിഗ്രി ബോർഡിനെതിരെ സമരം ചെയ്തു. ഇതെല്ലാം ഇവിടെ വന്നു. പ്രീ ഡിഗ്രി ബോർഡ് എന്നുള്ള +2 എന്നുള്ള പേര് മാറ്റിയതേ ഉള്ളൂ. സ്വാശ്രയ സർവകലാശാലയ്ക്കെതിരെ സമരം ചെയ്തു. കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടാക്കി. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാവുന്ന പാട്ടും പാടി കിടന്നു. എന്നിട്ടോ സ്വാശ്രയ വിദ്യാഭ്യാസം വന്നില്ലേ? ഈ നേതാക്കന്മാരുടെ, പിണറായി വിജയന്റെ മകൾ ഉൾപ്പെടെ ഈ സമരം നടക്കുമ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു എന്ന് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ പറഞ്ഞിട്ടുണ്ട്. അതെ, അവർ എട്ടിമടയിലാണ് പഠിച്ചിരുന്നത്. അമൃത ഡീംഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിരുന്നത് എന്ന് നമ്മളല്ല, ബെർലിൻ കുഞ്ഞനന്ദൻ നായർ പറഞ്ഞിട്ടുണ്ട്. അതിന് സഹായമൊക്കെ ആ കാലത്ത് ചെയ്തതായിട്ടും SFIക്കാർക്കെല്ലാം കണ്ടിട്ട് അടിച്ച ചത്തൂടായി. അല്ല, അത് ചെയ്യില്ല, നമ്മളങ്ങനെ പറയൂ. കാരണം ഇവന്മാർ നാട് ഭരിക്കാനുള്ളവർ, നമ്മളെ ഭരിക്കാനുള്ള തമ്പുരാക്കന്മാരാണ്. പരീക്ഷ ആർഷോയുടെ കാര്യത്തിൽ നോക്കൂ, എഴുതാത്ത പരീക്ഷ പാസ്സായിന്ന് റിസൾട്ട് വന്നു. അത് വാർത്തയായില്ലെങ്കിൽ ആർഷോ ഡിഗ്രി പാസ്സാകുമായിരുന്നു. അത്തരം സംഭവങ്ങൾ മറ്റേ കാലടി സർവകലാശാലയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. മുൻപ് അപ്ലൈ ചെയ്യാത്തവരെയൊക്കെ PhDയിലേക്ക് ഗവേഷണത്തിനൊക്കെ എടുത്തതായിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഒരു വനിതാ നേതാവ് ആർഷോയുടെ കാര്യം പറയുമ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്. ഒരു വനിതാ നേതാവ് വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി ഉണ്ടാക്കാൻ നോക്കി. വേറൊരുത്തൻ കലിംഗ യൂണിവേഴ്സിറ്റിയിലെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുമായിട്ട് വന്നു. അങ്ങേർക്കുളങ്ങര. അപ്പോൾ ഇത് ഇപ്പോൾ മറ്റേവരുടെ കാര്യത്തിൽ നമ്മൾ ഈ മുസ്ലിം തീവ്രവാദികൾ, ഈ കമാൽ പാഷ പോയി സൗദി അറേബ്യയിൽ സംസാരിച്ചില്ലേ? ഇന്ത്യയിലൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോഴൊക്കെ നമ്മൾ സെക്യുലറിസം പറയണം. സൗദിയിലാവുമ്പോൾ പിന്നെ നമുക്കത് വേണ്ടല്ലോ. നമ്മൾ ഈ തക്കിയ എന്ന് പറയുന്ന പോലത്തെ പരിപാടിയാണ് ഈ ആർഷോ പറയുന്നത്. ഈ കോട്ടയത്തെ SFIക്കാരാണെന്നുള്ളത് ഇന്ന് VD സതീശനും പറഞ്ഞു. ഈ ചെയ്ത പിള്ളേര്, ഈ കിരാതന്മാർ. സാങ്കേതികത്വമുണ്ട്. കാരണം അത് കേരള ഗവൺമെൻറ് സ്റ്റുഡൻറ് നഴ്സസ് അസോസിയേഷനാണ്, SFI അല്ല. അല്ല, ഞാൻ പറയുന്നത് മറ്റേവർ തക്കിയാന്ന് തീവ്രവാദം പറയുന്ന പോലെ ഇത് തക്കിയ. കാരണം വേറെ പേരിൽ SFI പ്രത്യക്ഷപ്പെടുകയാണ്. കാരണം എവിടെ ഇനി ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ റാഗിങ് നടന്നു കഴിഞ്ഞാൽ ഈ കിരാതന്മാർ SFI ആണെന്ന് പറയാൻ പാടില്ല. അതിനുള്ള തക്കിയാണ്. അല്ല, ഈ ആർഷോ നയിക്കുന്ന സംഘടന ഇങ്ങനെ ആയില്ലെങ്കിലേ ഉള്ളൂ. SFIയുടെ LDSFO
ലെഫ്റ്റ് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ഉണ്ടെന്ന് തോന്നുന്നു. അതിലുണ്ട് AISF എന്ന് പറഞ്ഞ സംഘടന. AISFിൻ്റെ നേതാവിനോട് കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാല ക്യാമ്പസിൽ വെച്ചാൽ നിനക്ക് ഞാൻ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്നാണ് പറഞ്ഞത്. പെൺകുട്ടിയോടാ നിനക്ക് തന്തയില്ലാത്ത കൊച്ചുണ്ടാവും SFIയോട് കളിച്ചാൽ. ആ കുട്ടി ദളിത് കുട്ടിയാണ്. ദളിത് കുട്ടി. അത് പറഞ്ഞപ്പോഴേ ആലോചിച്ചത് ഈ സംഭവം നടന്നില്ലേ, ഈ പെരുമാൾ എന്ന് പറഞ്ഞ ആളുടെ കുട്ടിക്കാണല്ലോ ഈ റാഗിങ്. അത് പട്ടികജാതി വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലാണെന്ന്. അതെ, പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലാണ്. അപ്പോൾ ഞാൻ പറയുന്നത് AISFിലെ സഹോദര സംഘടനയിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു നേതാവ് ഇരിക്കുമ്പോൾ കേരളത്തിലെ SFI എങ്ങനെ നന്നാവില്ല. അങ്ങനത്തെ കാരണം ആ കാലത്തൊക്കെ ഗോവിന്ദൻ ഈ ആർഷോയെ വിളിച്ചു, AK സെന്ററിലേക്ക് വിളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ശുദ്ധതയ്ക്ക് പറഞ്ഞുവിടാൻ വേണ്ടി വിളിച്ചു. നന്നായി മോനെ, നീയാടാ പാർട്ടിയുടെ പ്രതീക്ഷ എന്ന് പറയാനാണ്. നീ മറ്റേ ജനാർദ്ദനോടൊരു നീ തങ്കപ്പനല്ല പൊന്നപ്പനടാ. ഗോവിന്ദന് പറ്റിയ ടീമാണ്. ഗോവിന്ദൻ പറയുന്നില്ലേ, സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ ഹിന്ദുക്കളിലെ മറ്റ് സ്ത്രീകളിൽ ഗർഭം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഒരു പ്രതിഷേധവും ഇല്ല. അത് അങ്ങനൊരു കുലുക്കവും ഇല്ല. അപ്പോൾ പിന്നെ ഗോവിന്ദന് പറ്റിയ ടീമാണ് ആർഷോ. ഞാൻ ആലോചിക്കുന്നതല്ല, ഈ കേരളത്തിലെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് സുരേഷ് കുറുപ്പ് എന്നൊരാളുണ്ടായിരുന്നു, MA ബേബി ഉണ്ടായിരുന്നു അല്ലേ, സുകന്യ ഉണ്ടായിരുന്നു, CP ജോൺ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള എല്ലാവരും ആദരിക്കുന്ന വൈക്കം വിശ്വൻ KSFിൻ്റെ നേതാവായിരുന്നു. അന്ന് SFI അല്ല KSF ആയിരുന്നു. ഇങ്ങനെയുള്ള ഇപ്പോഴും സമൂഹം ആദരവോടെ കാണുന്ന ആളുകളിരുന്ന മഹത്തായ ഒരു കസേരയാണ്, മഹത്തായതാണെന്ന് പറഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ എന്നെ തല്ലും, ഒരു കസേരയാണ് SFI സംസ്ഥാന നേതാവിൻ്റെ കസേര. അവിടെയാണ് ഈ ആർഷോയെ പോലെ ഒരു കൊടും ക്രിമിനലിരുന്ന് ഈ ക്രിമിനലുകളുടെ ഒരു കേദാര ഭൂമിയാക്കി SFIയെ മാറ്റുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നത് ഈ ജയപ്രകാശ് പറഞ്ഞതുപോലെ SFI എന്ന തീവ്രവാദി മാവോയിസ്റ്റ് സംഘടന വളരെ ശരിയാണ്. അമിത്ഷാ മാർച്ച് 31 അവസാനിപ്പിക്കേണ്ടുന്ന മാവോയിസ്റ്റ് സംഘടന, മാവോയിസ്റ്റ് തീരും, ഈ മാവോയിസ്റ്റ് തുടരും. ആ മാവോയിസ്റ്റുകളുടെ പട്ടികയിൽ SFIയെ കൂടി ചിലപ്പോൾ ഉൾപ്പെടുത്തേണ്ടി വരും ഇങ്ങനെ പോയാൽ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.